അവിടെ അനിത എന്ന് പറഞ്ഞൊരു ഡെപ്യൂട്ടി കമ്മീഷണർ ഉണ്ടായിരുന്നു. അവർ തിരുവാഭരണം കമ്മീഷണറാണ്. അപ്പം ഞാനിങ്ങനെ നമുക്ക് ലിമിറ്റഡായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 1254 അമ്പലങ്ങളുണ്ട്. അപ്പം ഞാൻ പിന്നെ പിന്നെ ഇങ്ങനെ മൊത്തമൊക്കെ നോക്കിയപ്പോൾ ഈ തിരുവാഭരണം കമ്മീഷണർ മിണ്ടാതെ അവർ ഓഫീസിൽ ഇരുന്ന് കള്ള ടി എം വാങ്ങിച്ച് ജീവിച്ചു പോവുകയാണ്. തിരുവാഭരണം കമ്മീഷണറുടെ ജോലി എന്ന് പറഞ്ഞാൽ മാസത്തിലൊരിക്കലെങ്കിലും നമ്മുടെ ദേവിയുടെ തിരുവാഭരണം ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവരെ ഞാൻ ഓഫീസിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാഡം നിങ്ങൾ എത്ര ഓഡിറ്റ് നടത്തിയിട്ടുണ്ട്? അത് മോളിൽ നിന്ന് ഓർഡർ ഇട്ടാലേ സാറേ ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞു, എന്നതാ മോളുടെ ആ ഓർഡർ? ഞാൻ വിജിലൻസ് ഓഫീസർ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു മെമ്മോ തരുന്നു. നിങ്ങൾ മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിലും ശബരിമലയിലെ പന്തളത്തെ തങ്ക അങ്കിയും, എനിക്ക് തങ്ക അങ്കി ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി. ഈ പന്തളം കൊട്ടാരത്തിൻ്റെ ബാക്കിലുള്ള ഒരു ചെറിയ ഒരു സ്ഥലത്താണിത് സൂക്ഷിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് പോയി. എനിക്ക് മനസ്സിലായി അവിടെ ഓഡിറ്റിങ് സെക്യൂരിറ്റി കറക്റ്റല്ല. 5 പോലീസുകാരെ മറ്റോ ഉണ്ട്. രാത്രി ആരും കാണില്ല, എല്ലാവരും വിട്ടിപ്പോവും. അപ്പം ഈ അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അത് തങ്കയങ്കി, പിന്നെ മലയാലപ്പുഴ, വള്ളിയങ്കാവ്, പിന്നെ ഏതെന്ന് ഞാൻ മറന്നുപോയി. ഇങ്ങനെ 2-3 ക്ഷേത്രങ്ങൾ നിങ്ങൾ ഓഡിറ്റ് ചെയ്ത് എത്ര മാസമാണെന്ന് പറഞ്ഞു 6 മാസമാണ്. ഞാൻ പറഞ്ഞാൽ 6 മാസം തരാൻ പറ്റില്ല, 2 മാസം നിങ്ങൾ ഓഡിറ്റ് ചെയ്ത് നിങ്ങൾ തീർന്നില്ലെങ്കിൽ ഇന്ന് എനിക്ക് ഇൻറ്റീരിയർ റിപ്പോർട്ട് തരുമെന്ന് പറഞ്ഞു. ഇവർ ശരി എന്ന് പറഞ്ഞ് പോയ ശേഷം അന്നത്തെ അവിടുത്തെ ദിവ്യൻ എന്ന് പറയുന്നത്, ഞാൻ ഹൈക്കോടതിയിൽ എഴുതി കൊടുത്ത സെൻറ്റൻസ് ഇതാണ്: ദിസ് സെക്രട്ടറി V.S. Jayakumar creates files in TDB, Travancore Devasam Board, and he himself disposes those files എന്നാണ് ഞാൻ എഴുതി കൊടുത്തത്. അതിൻ്റെ അർത്ഥം അവൻ തന്നെ അവിടെ എല്ലാം ചെയ്യും, അവൻ തന്നെ ലേലം ചെയ്യും, അവൻ തന്നെ ബിനാമിയെ വെച്ച് പിടിക്കും, എല്ലാത്തിൻ്റെ നേതൃത്വമാണ്. പിന്നെ എനിക്കറിഞ്ഞൂടാ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടോ, അദ്ദേഹം ദേവസ്വം മിനിസ്റ്റർ, അതൊന്നും എനിക്കറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞ് പരത്തുമായിരിക്കും. പിന്നെ അയാളില്ലെങ്കിൽ പോലും ഇയാൾ പണ്ട് അസിസ്റ്റൻറ്റ് കമ്മീഷണറായിട്ട് മറ്റേ സന്നിധാനത്തുണ്ടായിരുന്ന സമയത്ത് ഭീകരമായ അഴിമതി അന്നും നടത്തി. അതാണ് പാത്രക്കേസ്. 2 കോടി രൂപ, നിങ്ങൾ ആലോചിക്കണം ഏത് കാലത്താണ് 2 കോടി രൂപയുടെ പാത്രങ്ങൾ വാങ്ങിച്ചിട്ട് അഴിമതി നടത്തിയ ആളാണ്. അത് വിജിലൻസ് എൻക്വയറി ഫേസ് ചെയ്തു. അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പം അയാളൊരു വൻ പുള്ളിയാണ്. അയാളെ എതിരാക്കി ഒരു പ്രസിഡൻറ്റിനും അവിടെ പോകാൻ പറ്റില്ല.